നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണ ഇതി നാമസങ്കീർത്തനം സദാലോകക്ഷേമായ കുറുവന്നം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണ നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമസ്കാരം. ജമളമോക്ഷ ഉപാഖ്യാനം ഈ ശ്ലോകത്തോടുകൂടി ഗുരുവായൂരപ്പ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നമുക്ക് പതിവ് പോലെ ആ ശ്ലോകം ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. സ്വകിങ്കരാവേദന ശങ്കിതോ യമ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ഛകൈഃ സദേവ വാതാലയനാഥ പാഹി മാം. സ്വകിങ്കരാവേദന ശങ്കിത. അതിനു മുമ്പായിട്ട് നമ്മൾ കേട്ടു യമധർമ്മൻ്റെ ആ നാമത്തിനെ കുറിച്ചിട്ടുള്ള ബഹുമതി. അത് എത്തരത്തിൽ പ്രകടീകൃതമാക്കണമെന്ന് ഭടന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ഏതാവതാലമഖനിരുഹരണായ പുംസാം സങ്കീർത്തനം ഭഗവതോ ഗുണകർമ്മനാംന. അത് നമ്മൾ ഇന്നലെ കേട്ടു. അവിടെ പറഞ്ഞു അവസാനം കൃഷ്ണായ നോ നമതി യച്ഛിര ഏകദാപി. ഈ ജീവിതത്തിൽ ഒരിക്കൽ തൻ്റെ ഏതെങ്കിലും അവയവങ്ങളെ കൊണ്ട് ഭഗവത്പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തവർ അങ്ങനെ ഉണ്ടാവും. അല്ല, അങ്ങനെ സംഭവിക്കുമെന്നാണ് അന്ന് യമധർമ്മന് പാരിഷദന്മാർക്കുണ്ടായ സംശയവും കേൾക്കുന്ന നമുക്കും ഉള്ള സംശയം. അതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഭീകരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ എത്തിയാൽ തലതിരിക്കുന്ന ആൾക്കാർ. അമ്പലത്തിന് മുമ്പിലെത്തി എങ്ങനെ നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ടില്ലേ ശബരിമലയിലൊക്കെ? അവ അങ്ങോട്ട് ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. നാവ് കൊണ്ട് നാമം ജീവിക്കാതെ മറ്റു പലതും പറയുകയും ചെയ്യും. ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം നാം. നമുക്ക് ജിഹ്വ കൊണ്ടുള്ള പരിപാടികൾ എന്തൊക്കെയാ? ഭക്ഷണം കഴിക്കുക, വർത്തമാനം പറയാം. നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വർത്തമാനം പറയാം. ചീത്ത ഭക്ഷണം കഴിക്കാം, ചീത്ത വർത്തമാനം പറയാം. ഒരേ സമയം കർമ്മയോഗിയും ജ്ഞാനയോഗിയുമാണല്ലോ ഈ നാവ്. ഈ നാവ് എന്നുള്ള ഇന്ദ്രിയത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഇന്ദ്രിയമാണല്ലോ നാവ്. നീ പറഞ്ഞപ്പോഴേക്ക് മനസ്സിലായി എന്ന് പറയാറില്ലേ? വാസ്തവത്തിൽ നമ്മൾ മറ്റുള്ളവരെ വളരെ ബഹുമാന്യമായിട്ടുള്ള രീതിയിൽ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ അവരുടെ ഒരു വർത്തമാനം കൊണ്ട് നമുക്ക് ബഹുമാനം നഷ്ടപ്പെടാറുണ്ട്. അപ്പം ഈ നാവ് വളരെ പ്രാധാന്യമുള്ള ഒരു ഇന്ദ്രിയമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഭാവം അതെന്താണെന്ന് നാവിലൂടെ മനസ്സിലാവുക മറ്റുള്ളവർക്ക്. അപ്പം ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം. അവിടെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ ഭഗവാന്റെ നാമം ജപിക്കാൻ തയ്യാറായ നാവ് കൊണ്ട് പരദൂഷണം പറയുണ്ടാവും, ചിലപ്പോൾ പരോപകാരമായിട്ടുള്ള കാര്യങ്ങൾ പറയുണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും മുഴുവൻ നാവിൻ്റെ ധർമ്മത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. നിങ്ങളുടെ സ്വഭാവം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്ന ഇന്ദ്രിയമാണ് നാവ്. വാസ്തവത്തിൽ മനസ്സിൻ്റെ ഭാവം എന്താണ്? ഈശ്വരത്വം, ബ്രഹ്മത്വം. അതാണല്ലോ മനസ്സിൻ്റെ നിഷ്കളങ്കതയാണ് മനസ്സിൻ്റെ ഭാവം. അപ്പം ആ നിഷ്കളങ്കത മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നാവ് ചെയ്യണം. അതെന്താ? എപ്പോഴാണ് നിങ്ങളുടെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമാവുന്നത്? നല്ല വാക്ക് പറയുമ്പോൾ 100% ആൾക്കാർക്ക് സന്തോഷമാവുന്നില്ല.
പക്ഷേ ഹരിനാമം ജപിക്കാൻ തുടങ്ങിയാൽ, ഹരികഥകൾ പാടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാവം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവത് കഥകൾ പാടാനോ പറയാനോ തുടങ്ങിയാൽ നിങ്ങളുടെ ഭാവത്തിലുള്ള വ്യത്യാസം, പിന്നെ ഭരതയോഗീശ്വരൻ പറഞ്ഞതുപോലെ ഗ്രാമ്യകഥാ വിഘാത, ഗ്രാമ്യകഥാ വിഘാതമാണ് ഭഗവത് കഥകൾ. നമ്മൾ കേൾക്കുകയും പറയുകയും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഗ്രാമ്യകഥകളാണ്. മറ്റാളുടെ വിവാഹത്തിന് പോയ കഥ, ഇയാളുടെ പിറന്നാളിന് പോയ കഥ, മറ്റാൾക്ക് ജോലി കിട്ടിയ കഥ, അയാളുടെ ജോലിയുടെ പ്രൊമോഷൻ്റെ കഥ, അയാളുടെ ശമ്പളത്തിൻ്റെ കഥ, അയാളുടെ പെൻഷൻ്റെ കഥ, ഇയാളുടെ ടെൻഷൻ്റെ കഥ, മറ്റാളുടെ ശമ്പളക്കുറവിൻ്റെ കഥ, ഇപ്പോൾ കോവിഡിൻ്റെ കഥ. മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഗ്രാമ്യ കഥകളെയാണ്. അതാണ് മനസ്സിൻ്റെ ഭാവം പുറത്തേക്ക് വരുന്ന ഇന്ദ്രിയമാണ് നാവ് എന്ന് പറയാൻ കാരണം. മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഗ്രാമ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതിലൊരു മനസ്സിന് വളരെ സാഡിസ്റ്റിക് ആയിട്ടുള്ളൊരു ആനന്ദമുണ്ട്. അപ്പോൾ മനസ്സ് ശുദ്ധീകരിക്കപ്പെടാൻ ഉള്ള ഒരേ ഒരു മാർഗമാണ് നാമജപം എന്ന് ഇന്നലെ പറഞ്ഞു. ഇവിടെ യമധർമ്മൻ റിപ്പീറ്റ് ചെയ്യുന്നു, ജിഹ്വാനവക്രി ഭഗവത് ഗുണനാമധേയം. അപ്പം നാവ് കൊണ്ട് നാമം ജപിക്കുന്നില്ല, ഭഗവത് ഗുണങ്ങളെ പറയുന്നില്ല എങ്കിൽ അത് അറ്റകയ്യാണ്. ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ ഒരിക്കൽ എന്നാണ് പറഞ്ഞിരിക്കണം. അപ്പം അങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവമാവുള്ള കാര്യം മാത്രം പറയുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന വർത്തമാനം മാത്രം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ നാവ് എന്ന ഇന്ദ്രിയം ഭഗവത് ഗുണനാമധേയത്തെ പറയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിൽ ഒരിക്കലെങ്കിലും ഭഗവാൻ വന്നിട്ടില്ല എങ്കിൽ എന്നർത്ഥം. മനസ്സിൽ ഒരിക്കലെങ്കിലും, അത് അടുത്ത വരിയിൽ പറയുന്നുണ്ട്, ചേതശ്ചത സ്മരതി തച്ചരണാരവിന്ദം. അത് ഈ വാക്കിൻ്റെ അല്ലെങ്കിൽ നാവിൻ്റെ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ മനസ്സിൻ്റെ റിഫ്ലക്ഷനാണ് നാവിൻ്റെ പ്രവൃത്തി. ഞാൻ പറഞ്ഞല്ലോ, മനസ്സുകൊണ്ട് ഒരിക്കലെങ്കിലും ഭഗവത് പദാരവിന്ദം സ്മരിക്കുന്നവൻ എങ്ങനെയാണ് മനസ്സുകൊണ്ട് നാമം ജപിക്കാതിരിക്കാൻ പറ്റുക? അപ്പം മനസ്സുകൊണ്ടല്ല, നാവ് കൊണ്ട്, ക്ഷമിക്കണം, മനസ്സുകൊണ്ട് നാമം ജപിച്ചാൽ നാവ് കൊണ്ട് പുറത്തേക്ക് വരുമല്ലോ. അപ്പം നാമജപത്തിൻ്റെ ജപം എന്നുള്ള പ്രവൃത്തി ചെയ്യണത് നാവ് തന്നെയാണ്. എന്നാൽ ഇത് ഉള്ളിലുണ്ടായാൽ പോരെ എന്ന് വെച്ചാൽ, ഉള്ളിലുണ്ടായാൽ ഞാൻ പറഞ്ഞു, ഉള്ളിലൊന്നും നാവ് പുറത്തേക്കൊന്നും വേറെ ഒന്നും കാണിക്കുന്നത് എങ്കിലോ അങ്ങനെ വരാലോ. നിങ്ങളുടെ ഭാവം നാവാണ് പ്രകടിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഉള്ളിൽ വെച്ചിട്ട് നാമം ഉള്ളിൽ വെച്ച് പുറത്തേക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള തന്നെയാണ് പുറത്തേക്ക് പറയാം നാവ്. ഭഗവത് പദാരവിന്ദം ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു കാര്യത്തെ പറയാൻ സാധിക്കില്ല. അപ്പൊ ഇതാ ജിഹ്വാനവക്രി ഭഗവത് ഗുണനാമധേയം. മനസ്സൊരിക്കലെങ്കിലും ഭഗവത് ഗുണത്തെ പറയുന്നില്ല എങ്കിൽ ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം. അടുത്ത ഇന്ദ്രിയം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തലയാണ്. തല ഒരിക്കലെങ്കിലും ഭഗവാന്റെ മുമ്പിൽ കുനിഞ്ഞില്ലെങ്കിൽ എന്നാണ്. അവരെങ്ങോട്ട് കൊണ്ടുവരാം എന്നാണ്. തല കുനിക്കണതോ? തല കുനിയണമെങ്കിൽ എപ്പോഴാണ് തല കുനിയുക? അത് നമുക്ക് ആലോചിച്ചറിയാം. നമ്മുടെ മോസ്റ്റ്ലി ഉള്ള ആൾക്കാരുടെ തല അങ്ങനെ കുനിയണതല്ല. ചിലർ വളരെ അഭിമാനപൂർവ്വം അഹങ്കാരപൂർവ്വം പറയും ചെയ്യും, ഞാൻ ആരും മുമ്പിലും തല കുനിക്കില്ല എന്ന്. ഈ തല കുനിക്കുന്നത് ഒരു ദൗർബല്യമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ഭൂരിഭാഗം ആൾക്കാർ. വാസ്തവത്തിൽ തല കുനിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ലോകം മുഴുവൻ തല കുനിക്കും. നിങ്ങൾ ഒരാളുടെ മുമ്പിൽ തല കുനിക്കുമ്പോൾ
നിങ്ങളുടെ മുന്നിൽ ലോകം തലകുനിച്ച് നമസ്കരിക്കാൻ തയ്യാറായിട്ട് നിൽക്കും. ഇത് നമ്മൾ മനസ്സിലാവണില്ല. അപ്പം ഞാൻ ആരുടെ മുമ്പിൽ തലകുനിക്കില്ല എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈശ്വരത്വം മറ്റുള്ള ജീവികളിൽ കാണുന്നവന് ആ ഈശ്വരനെ കാണുമ്പോൾ തലകുനിക്കുന്ന ഭാവത്തിൽ തലകുനിക്കാം. അതാണ് കൃഷ്ണായനോ നമതി യച്ചിരേകദാവി എന്നുള്ളത്. കേവലം വിഗ്രഹത്തിന് മുമ്പിലുള്ള നമസ്കാരമല്ല യമധർമ്മൻ ഉദ്ദേശിക്കുന്നത്. കൃഷ്ണവിഗ്രഹ സ്വരൂപികളായിട്ടുള്ള ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങളുടെ മുമ്പിൽ ഒരിക്കലെങ്കിലും തലകുനിക്കാത്തവൻ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദാവി. നോക്കൂ, ഈ നാവ്, തല, ഇതൊക്കെ ഭഗവത് പരമായാൽ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കണം, വാസ്തവത്തിൽ ഇത് ഭഗവത് പരമാണോ നമ്മളുടെ, അതോ ഭഗവാനെ കാണുമ്പോൾ മാത്രമുള്ളതാണോ നമ്മളുടെ ഈ സ്വഭാവം എന്നുള്ളത് രണ്ടും വ്യത്യാസമുണ്ടല്ലോ. ഒന്ന് ഭഗവത് പരമായിട്ട് നമ്മൾ ജീവനുള്ള അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളെയൊക്കെ തലകുനിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന അവസ്ഥാരണം. അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമേ ഭഗവത് പരം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഉദ്ദേശപരമായിട്ടുള്ള കാര്യമായില്ലോ. ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമസ്കാരം പറയുന്നു അല്ലെങ്കിൽ നമസ്കരിക്കുന്നു എന്നുള്ള അവസ്ഥ വന്നു. അവിടെ ഭഗവത് പരത്വമൊന്നും വരുന്നില്ല. ഇപ്പം കൃഷ്ണവിഗ്രഹങ്ങളായിട്ടുള്ള പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ കൃഷ്ണവിഗ്രഹങ്ങളാകുന്ന ഓരോ ജീവാത്മാക്കളെയും തൻ്റെ ശിരസ് കൊണ്ട് നമസ്കരിക്കണം എന്നാണ് യമധർമ്മൻ ഉദ്ദേശിച്ചത്. ശിരസ് കൊണ്ട് നമസ്കരിക്കുക വെച്ചാൽ മനസ്സുകൊണ്ടെങ്കിലും അവൻ ശിരസ് തന്നെ താന്നുള്ളൂ. മനസ്സുകൊണ്ട് നമസ്കാരഭാവം ഉണ്ടായാലേ ശിരസ് താഴുള്ളൂ. ഇന്ദ്രിയ പ്രതി ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ അംഗപ്രത്യംഗങ്ങൾ നമ്മൾ പറയാറില്ലേ. ഈ അംഗപ്രത്യംഗങ്ങളാൽ ഭഗവത് പരമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുന്ന ആൾക്കാരെ നരകത്തിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവൻ ഭഗവാനാണെന്നുള്ള ചിന്ത ഇല്ലാത്തവരെ വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ എന്ന് അവിടെ അർത്ഥമുണ്ട്. കാരണം ഇതൊക്കെ കണക്റ്റഡ് ആണ്. മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാലേ കണ്ണുകൊണ്ടത് കാണുള്ളൂ, തലകുനിക്കുള്ളൂ, നാവ് കൊണ്ട് പ്രശംസിക്കുള്ളൂ ഭഗവാനെ. അപ്പം ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ. നമ്മുടെ മറ്റ് പ്രവൃത്തികളിൽ ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ. വ്യാവഹാരിക പ്രവൃത്തികളിലൊക്കെ ഇത് കണക്റ്റഡ് ആണ്. ഒരു കാര്യം ആഗ്രഹിക്കുന്നു, അത് വേണമെന്ന് പറയുന്നു, പിന്നീട് നടത്തിക്കുന്നു. ഇത് തലയും മനസ്സും നാവും കയ്യും എല്ലാം കോർഡിനേറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തിയാണല്ലോ അവിടെ നടക്കുന്നത്. ഇതുപോലെ കോർഡിനേറ്റഡായിട്ട് ഹരിവൃത്തികൾ എന്ന് വെച്ചാലോ കഥ പറയലാവാം, കഥ കേൾക്കലാവാം, നാമം പാടലാവാം, നാമം പാടിക്കലാവാം, നാമം കേൾക്കലാവാം. ഹരിവൃത്തികൾ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരരുത്. ഏതാവതാലമഘനിരഹരണായ പുംസാം. ഏതാവതാലം, ഇത് മതി. ഏതാവതാലം എന്ന് 3-4 ദിക്കിൽ കാണാം ഭാഗവതത്തിൽ. ഇതിനാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്ര മതി എന്നർത്ഥം. അപ്പം പാപം കംപ്ലീറ്റ്ലി മാറാനായിട്ട് വേറെ ഒരു എന്താ പറയുക വൈദികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്താൽ മതി. ഈ കോർഡിനേറ്റഡായിട്ട് നമ്മൾ മറ്റ് പ്രവൃത്തികൾ ചെയ്യുന്നു. ഭഗവത് പരമായിട്ട് ഭഗവത് സ്മരണയോടുകൂടി കോർഡിനേറ്റഡായിട്ട് ലോകത്തെ മുഴുവൻ ഹരിഭാവനയിൽ കാണുക എന്നുള്ളതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അല്ലാത്തവരെയൊക്കെ കൊണ്ടുവന്നു അപ്പം ആ സംശയം നിങ്ങൾക്ക് മാറിയില്ലേ? ഇപ്പോൾ ഇത് അങ്ങനെ എളുപ്പമുള്ളതല്ല. എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒരിക്കൽ നാമം ജപിക്കാത്തവൻ അതിനുണ്ടാവുമെന്നാണ് ചോദ്യം. ജീവിതത്തിൽ ഒരിക്കൽ നമസ്കരിക്കാത്തവൻ അങ്ങനെ ഉണ്ടാവുമെന്ന് ചോദ്യം. ജീവിതത്തിൽ ഒരിക്കൽ കൈ കൂപ്പാത്തവൻ ഉണ്ടായിരിക്കുമോ? പ്രദക്ഷിണം വയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, അതൊക്കെ കൂടുതൽ ഇവാസീവ് അല്ലേ എന്നാണ് യമധർമ്മൻ്റെ ഭടന്മാർക്ക് പോലും തോന്നിയത്. അപ്പോൾ അവിടെ ഈ അത്ര ഈസി ആയിട്ടുള്ള ജോബായിട്ടല്ല യമധർമ്മൻ അതിനെ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും ഈ ഇന്ദ്രിയങ്ങളുടെ കോർഡിനേഷൻ നടക്കുന്നുവെങ്കിൽ
ഈ കോർഡിനേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഹരിവൃത്തി ചെയ്യണം. ഹരിവൃത്തി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തോന്നുന്നതാകിൽ അഖിലം എന്നുള്ള ഭാവത്തിൽ കോർഡിനേറ്റഡ് ആയിട്ട് ചെയ്യാറായാൽ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷ നേടി എന്ന് ആശ്വസിക്കാം. അല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ നമസ്കരിക്കുന്ന അത്ര വില കുറഞ്ഞതല്ല നാമജപം. അതാണ് പറയാൻ കാരണം. ഒരു നാമം ജപിക്കുമ്പോൾ അവിടെ കോർഡിനേഷൻ വരണം. കൈ കൂപ്പണം, പ്രദക്ഷിണം വയ്ക്കണം, പ്രദക്ഷിണ ഭാവമെങ്കിലും ഉണ്ടാവണം, തലകുനിക്കണം, ഉച്ചത്തിൽ നാമം ജപിക്കണം, മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കണം. അവിടെ കോർഡിനേഷൻ വന്നില്ലേ? ആ കോർഡിനേഷൻ ഉണ്ടായാലേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. അല്ലാതെ വല്ലാത്ത വേദന തോന്നി കൃഷ്ണ എന്ന് വിളിച്ചു ഭഗവാൻ വരും. പക്ഷേ എല്ലാവരും അജാമിളന്മാരായിട്ട് ഭഗവാൻ കണക്കാക്കില്ല. അജാമിളന് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് അതാരും മിസ്യൂസ് ചെയ്യണമെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സകല ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളായാലും കർമ്മേന്ദ്രിയങ്ങളായാലും ഒരുമിച്ച് ഒത്തുചേർന്ന് പരമായിട്ട് ഭഗവത് സ്മൃതിയോടെ അവരവരുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നരകവിമുക്തി ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ചിന്തിച്ചു എന്നുള്ളത് കൊണ്ടോ, പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ, പ്രദക്ഷിണം വെച്ചു എന്നുള്ളത് കൊണ്ടോ, കൈ കൂപ്പി എന്നുള്ളത് കൊണ്ടോ അതൊന്നും ഒരു എന്താ പറയുക ഭഗവത് പരമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ സമ്മേളനമാണ്. ഈ ഇന്ദ്രിയങ്ങളൊക്കെ വേണ്ട വിധത്തിൽ അതിനെ ഉപകരിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോഴാണ് ഇത് നമുക്ക് ഉപകാരത്തിലേക്ക് എത്തിച്ചേരണം. നമ്മുടെ ഉപകാരത്തിലേക്ക് എത്തണമെങ്കിൽ പിന്നീട് കാണുന്നതെല്ലാം ഭഗവാൻ, കേൾക്കുന്നതെല്ലാം ഭഗവന്മയം, ശ്വസിക്കുന്നതെല്ലാം ഭഗവന്മയം, പറയുന്നത് പിന്നെ ഭഗവന്മയമായി തീരും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, 1, 2, മൂന്നാമത്തെ വാക്ക് അയാൾ ഭഗവാനെ കുറിച്ചാണ് പറയാം. മനഃപൂർവ്വം മറ്റൊരു വാക്ക് അയാളോട് സംസാരിക്കാൻ അയാൾ സമ്മതിക്കില്ല. എന്ത് വിഷയം, ഇനിയിപ്പോൾ കർഷക സമരമായാലും ആ കർഷക സമരത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയാൽ മൂന്നാമത്തെ വാക്കിൽ അയാൾ ഭഗവാനിലേക്ക് എത്തും. മനഃപൂർവ്വം എത്തിക്കണതാ. അതാണ് ഭഗവത് പരം എന്നുള്ള ചിന്താഗതി. അതാണ് ഭഗവത് പരമായിട്ടുള്ള സമീപനം. നിങ്ങൾ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 4ാമത്തെ വാക്കിൽ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യിക്കൂ അതിനെ. അത് ഭഗവത് പരമായി. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക്, വ്യാവഹാരികമായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ ഭഗവത്പരമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക്, സാധിക്കുന്നവർക്ക് ആണ് നരകവിമുക്തി യമധർമ്മൻ അവിടെ പറയുന്നത്. ഇത്തം വിമൃശ്യ സുധിയോ ഭഗവത്യനന്ദേ സർവാത്മനാ വിദധത്തെ ഖലു ഭാവയോഗം. ഇത്തം വിമൃശ്യ സുധിയോ യമകിങ്കരാസ്തേ നൈവാച്യുതാശ്രയജനം പ്രതി ശങ്കമാനാ ദ്രഷ്ടും ച ബിഭ്യതി തഥാ പ്രഭൃതി സ്മ എന്നാണ് ശ്രീശുഖൻ പറഞ്ഞത്. എന്നുവെച്ചാൽ ഇത്രയും കേട്ട സുധിയ, നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള യമകിങ്കരന്മാർ, അവർക്ക് പിന്നെ പേടിയുണ്ടായി എന്ന് പറയുന്നത്. ശങ്കമാനാഹ, ശങ്ക എന്ന് വെച്ചാൽ സംശയം എന്നുള്ള അർത്ഥമല്ല, പേടി, ഭയം എന്നുള്ള അർത്ഥമാണ്. കാരണം ഇതിൽ ആരാണ് ആശ്രയം, അച്യുതാശ്രയം ചെയ്യുന്നവൻ എന്നവർക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചറില്ല. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവത്പരമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അതൊരാൾ നാമം ജപിക്കണതാവാം, ഒരാൾ പ്രദക്ഷിണം വയ്ക്കണതാവാം, ഒരാൾ കഥ പറയണതാവാം, അവിടേക്കൊന്നും ദൃഷ്ടും ച ബിഭ്യതി എന്നാണ്. തഥാപ്രഭൃതി, അതിനുശേഷം അന്ന് മുതൽക്ക് അവിടെ വന്നൊന്ന് നോക്കാൻ പോലും ഭയപ്പെട്ടിരുന്നവരായിരുന്നു യമകിങ്കരന്മാർ എന്ന് പറയാണ്. എവിടെ വന്നിരുന്ന് ഇത്തരം ഭഗവത്പരമായിട്ടുള്ള പ്രക്രിയകൾ നടക്കുന്ന സത്സംഗമാവട്ടെ, വീടാവട്ടെ, യജ്ഞമാവട്ടെ, എവിടെ ഇനി ഉത്സവ പറമ്പാവട്ടെ, നൈവ അച്യുത ആശ്രയജനം പ്രതി ശങ്കമാനാഹ, ഏത് തരത്തിലാണ് ഇദ്ദേഹം ആശ്രയിക്കുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അവർക്ക് നോക്കാൻ തന്നെ പേടി ചെയ്യുന്നതാണ് അതിനുശേഷം. കാരണം
ഇദ്ദേഹം ഏത് രീതിയിലാണ് അച്യുതാശ്രയം ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അന്ന് മുതൽക്ക് ദൃഷ്ടും ച ബിഭ്യതി, നോക്കാൻ പോലും പേടിച്ചു, അല്ലെങ്കിൽ പേടിക്കുന്നു, പേടിച്ചു, സ്മ എന്ന് പറഞ്ഞുണ്ട്. അപ്പം അവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇനി ശങ്ക വേണ്ട, ഭയം വേണ്ട എന്നർത്ഥം. നരകഭയം അത് വേണ്ട. അത് ഇതാ ഭഗവാൻ മാറ്റി തന്നിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഇനി അവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അത്ര ആചാര്യമാരെ നമ്മൾ പറയാറുണ്ട്, അടുത്തിരിക്കുന്ന ആൾ നാമം ചോദിച്ചാലും മതി എന്നാണ് നാമജപത്തിന് മഹാത്മ്യം പറയണത്. ഒരാൾ വയ്യാതെ കിടക്കുന്നു, അങ്ങോട്ടോ ഇങ്ങോട്ടോ നിശ്ചയമില്ല, നിശ്ചയമുണ്ട് അങ്ങോട്ടാണെന്ന്, എപ്പോഴാണ് നിശ്ചയമില്ല, അങ്ങനെ കണ്ടീഷനിൽ കിടക്കുന്നവൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ഒരാൾ നാമം ജപിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ബോധമൊന്നുമില്ല. അതാണ് പണ്ട് കാലത്ത് തീർത്ഥം കൊടുക്കൂ, സഹസ്രാമം ജപിക്കൂ എന്നൊക്കെ പറയും കാരണന്മാർ. ഈ ശ്വാസത്തിന് കണക്കറിയുന്ന ആൾക്കാരുണ്ട്. അവർ പറയും അന്ന് വെള്ളം കൊടുക്കാം എന്ന് പറയും. ഞങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. സഹസ്രാമം തുടങ്ങാം എന്ന് പറയും. ഒരു മഹാനുഭാവൻ എൻ്റെ അറിവിൽ ചെറുപ്പമായിട്ടുള്ള ഒരാൾ, നിങ്ങൾ സഹസ്രാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞു അടുത്തുള്ള ആൾക്കാരോട്. അവനവൻ കിടക്കുമ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോൾ ഈ നാമം അടുത്തിരുന്ന് നാമം ജപിക്കുന്ന ആൾക്കാരുണ്ടായാലും മതി, അയാളെ തൊടില്ല. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇപ്പോൾ വിശ്വാസമില്ലാത്ത ആൾക്കാർ ഭാര്യയ്ക്ക് അമ്പലത്തിൽ പോവാന്നാക്കിയത്. ഭാര്യയെങ്കിലും ഉണ്ടാവില്ല അടുത്തിരുന്ന് നാമം ജപിക്കുക എന്നുള്ള ധൈര്യമായിരിക്കും. ഏതായാലും ഇവിടെ വിശ്വാസമൊന്നും വിഷയമല്ല. യമധർമ്മന് 3 കാര്യങ്ങൾ നോക്കുള്ളത്. ഒന്ന്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇന്ദ്രിയം ഭഗവത് ഗോചരമാണോ നോക്കും. 2, അദ്ദേഹത്തിൻ്റെ ചിന്ത ഭഗവത് ഗോചരമാണോ നോക്കും. 3, പ്രവൃത്തി ഭഗവത് ഗോചരമാണോ നോക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഭഗവത് ഗോചരമാണെങ്കിൽ തന്നെ അദ്ദേഹം വ്രതം വിടും. ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തി അല്ലെങ്കിൽ മനസ്സ്. ഒന്നുകൊണ്ട് പോലും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണില്ല ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അവിടെ നോട്ടമില്ല, പിന്നെ അദ്ദേഹത്തിന് സംശയമില്ല എന്താ വേണ്ടതെന്ന്. അപ്പം അജാമിളൻ്റെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം പോയിന്റ് ടു പോയിന്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അജാമിളൻ മനഃപൂർവ്വം നാമം ജപിച്ച ആളല്ല. അതാണ് ഞാൻ എല്ലാ ദിവസവും പറയണത്. അജാമിളനെ കണ്ട് നമ്മളാരും മോഹിക്കണ്ട. നമുക്ക് അജാമിളൻ്റെ ഒരു സദ്ഗതിയിലേക്ക് എത്താനുള്ള ഗ്രേസ് ഉണ്ടോയെന്ന് ഭഗവാൻ തീരുമാനിക്കട്ടെ. കാരണം ഭഗവാൻ അങ്ങോട്ട് അനുഗ്രഹിച്ച ജീവാത്മാവാണ് അജാമിളൻ. തൻ്റെ ഭക്തരക്ഷണ മനസ്സിലാക്കാൻ, ഭക്തരക്ഷണ ലക്ഷണം ലോകത്തിന് മനസ്സിലാക്കിപ്പിക്കാൻ ഭഗവാൻ നടത്തിയ ഒരു നാടകമാണ് വാസ്തവത്തിൽ അജാമിള മോക്ഷം. അജാമിളനെ കൊണ്ട് നാമം ജപിക്കുക പോലും ചെയ്തിട്ടില്ല ഭഗവാൻ. വാസ്തവത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ, ആ ഇളയപുത്രനെ പേരിടിപ്പിച്ചു എന്ന് മാത്രമല്ല, അവനോട് കൂടുതൽ യാന്ത്രികമായിട്ടുള്ളൊരു സ്നേഹം, ഒരു മെക്കാനിക്കൽ ലവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഊണുകയായിരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കും, അവനില്ലെങ്കിൽ ഒരു സുഖമില്ല. കിടക്കുമ്പോൾ നോക്കും, അവനില്ലെങ്കിൽ ഒരു സുഖമില്ല. കുളിക്കുമ്പോൾ നോക്കും, അവൻ കൂടെ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. ഇത്തരത്തിലാക്കി തീർത്തു. അല്ലാതെ അവനോടൊരു സ്നേഹം ഉണ്ടോയെന്ന് വെച്ചാൽ കട്ടിയായിരുന്നു, ഒരു യാന്ത്രിക സ്നേഹം. അപ്പം അതുണ്ടാക്കി തീർത്ത് എല്ലാവർക്കും ആ എക്സെപ്ഷൻ കിട്ടില്ല. എല്ലാവർക്കും ആ സൗകര്യം അല്ലെങ്കിൽ ആ സൗജന്യം ഭഗവാൻ എല്ലാവർക്കും ചെയ്യില്ല. അപ്പം അത് കണ്ട് നമ്മളാരും പനിക്കേണ്ടെന്നർത്ഥം. ഇനി ഒന്ന്, നമ്മൾ പേരിട്ട് വിളിക്കുന്നത് തന്നെ അതാണെന്ന് വിചാരിച്ചോളൂ. ആ സമയത്ത് പറ്റുന്ന എന്താ ഉറപ്പ്? അജാമിളൻ സ്പെഷ്യൽ കാറ്റഗറിയാണ്. എന്തിനാണ് അജാമിളൻ്റെ കഥ പറഞ്ഞത് എന്നാണെങ്കിൽ ഭഗവൻ നാമത്തിൻ്റെ മഹാത്മ്യം പറയണം. ഏത് തരത്തിൽ ജപിച്ചാലും നാമത്തിൻ്റെ ശക്തി തോൽപ്പിക്കാൻ ലോകത്തിൽ മറ്റൊന്നിനാവില്ല. പ്രപഞ്ചത്തിലെ മറ്റൊരു നിയമങ്ങൾക്കും നാമത്തിൻ്റെ മാന്ത്രികതയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് തെളിയിക്കാനാണ് അജാമിള മോക്ഷം പറഞ്ഞത്. അല്ലാതെ അജാമിളൻ ഒരു നാമം ജപിച്ചു, നിങ്ങളെല്ലാവരും നാമം ജപിച്ചോളൂ എന്നുള്ള അർത്ഥത്തിലല്ല മുഴുവൻ. പക്ഷെ ഒന്ന് പറഞ്ഞു അവിടെ, നാമം ജപിക്കൂ. നിങ്ങളും എല്ലാവരും കേൾക്കുന്നവരെല്ലാവരും
നാമം ജപിക്കൂ. ഇപ്പം ഞങ്ങളുടെ ഗുരുനാഥൻ ഈ ഗുരുനാഥൻ എന്നപ്പോൾ തന്നെ പലപ്പോഴും നല്ല മൂഡിലൊക്കെയാണെങ്കിൽ ചിലരെ ചിലിപ്പിക്കുന്നതായിട്ടുണ്ട്. കാരണം യജാമളമോക്ഷം എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് നിർത്താറാകുമ്പോൾ ഒരു 5 മിനിറ്റ് നാമം ജപിക്കാൻ പറയും എല്ലാവരോടും, നാരായണ നാരായണ. ആ അനുഭൂതി ഉണ്ടാവാൻ അതെന്തിനാണ് ചെയ്യിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അജാമിളനെ പോലെ അവസാന കാലം എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ എല്ലാ യമയാതനകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉച്ചത്തിൽ നാമം ജപിക്കുമാറാകട്ടെ എന്നുള്ളൊരു ഭാവന, ഒരു പ്രാർത്ഥന. അതുകൊണ്ടാണ് സദസ്സിനെ കൊണ്ട് മുഴുവൻ ഈ കഥ പറഞ്ഞതിന് ശേഷം എല്ലാവരോടും നാമം ജപിക്കാൻ പറയും. ആഞ്ഞം സാക്ഷാൽ തിരുനാമാചാര്യനൊക്കെ അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യിച്ചിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അജാമിളന്മാരാവാൻ വേണ്ടിയിട്ടല്ല. വീണ്ടും വീണ്ടും പറയാം, നമുക്ക് അജാമിളത്വം ഉണ്ടായിക്കൊള്ളുന്നില്ല. അജാമ്യം ലാതി അജ്ഞാനത്തെ ലാളിക്കുന്നവരാണ് പൊതുവെ നമ്മളെങ്കിലും അജാമിളൻ്റെ ആ ഒരു ഫേറ്റ്, അജാമിളൻ്റെ ആ ഒരു വിധി അത് ചിലപ്പോൾ നമുക്കതായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഈ കോർഡിനേഷൻ, കണ്ണ്, മൂക്ക്, അതുപോലെ നാക്ക്, അതുപോലെ കയ്യ്, കാല്, മനസ്സ് എന്ന് നമ്മൾ വ്യാവഹാരിക ധർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ കോർഡിനേഷൻ, ഇന്ദ്രിയങ്ങളുടെ പരസ്പര ഗോചരത്വം, പരസ്പര ഇടപെടലുകൾ നമ്മൾ മനഃപൂർവ്വം ഭഗവത്പരമാക്കാൻ വേണ്ടിയിട്ടാണ് അജാമിളമോക്ഷം കഥ പറഞ്ഞത്. സ്വകിങ്കരാവേദന ശങ്കിതോ യമഃ, ആവേദനെ ശങ്കിത. തൻ്റെ കിങ്കരന്മാർ ആവേദിച്ചത് കേട്ട്, ആവേദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയിക്കുക. തൻ്റെ കിങ്കരന്മാർ അറിയിച്ചത് കേട്ട് ആവേദനം പറയുക എന്നുള്ള അർത്ഥത്തിലുണ്ട്. നിവേദനം എന്നുള്ളതിന് അറിയിക്കുക എന്നും പറയുക എന്നും. ആവേദനം എന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറയുക എന്നുള്ള അർത്ഥത്തിലേക്കല്ല, ഒരു കാര്യം വന്ന് റിപ്പോർട്ട് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഈ ആവേദനം പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ സ്വകിങ്കരാവേദന ശങ്കിത. തൻ്റെ ഭടന്മാർ അവതരിപ്പിച്ച റിപ്പോർട്ട് കേട്ടിട്ട് കുറച്ച് പേടിയുണ്ടായി യമധർമ്മന്. ഭഗവാൻ കോപിച്ചോ ആവോ, ബോസ് കോപിച്ചോ ആവോ എന്നുള്ളൊരു ചെറിയ പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിനറിയാം എനിക്ക് ഈ മഹാത്മ്യം അറിയുന്ന ആളാണ്, കുട്ടികൾക്ക് അറിയില്ലെങ്കിലും. അപ്പം എന്തിനാണ് ഈ ആവശ്യമില്ലാത്തവർക്ക് അവരെ പറഞ്ഞയച്ചത് എന്നുള്ള ചോദ്യം വരുമെന്നൊരു പേടി യമധർമ്മന് തന്നെ ഉണ്ടായിരുന്നു. ത്വദംഘ്രിഭക്തേഷു നഗമ്യതാമിതി. എത്ര ലളിതമായിട്ട് അതിനെ പറഞ്ഞവസാനിപ്പിച്ച പാട്ടതിന് പാട്ട്. ത്വദംഘ്രിഭക്തേഷു, വേറൊന്നുമില്ല. അവിടെ നാവ് നാമം ജപിക്കുന്നുണ്ടോ, കൈ കൂപ്പുന്നുണ്ടോ, കാല് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ടോ എന്നൊന്നും വിഷയമല്ല. ത്വദംഘ്രിഭക്തേഷു, അവിടുത്തെ പാദഭക്തി ഉള്ളവരുടെ മുമ്പിൽ ന ഗമ്യതാം, ഇനി നിങ്ങൾ പോകരുത്. ഞാൻ പറയും, ഞാൻ ഇവിടുത്തെ കാൽക്കുലേഷനൊക്കെ അനുസരിച്ച് ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടാക്കി അസസ്മെൻ്റൊക്കെ നടത്തി ഞാൻ പറയും ഇന്ന അഡ്രസ്സിലേക്ക് പൊക്കോ, അവിടെ ഒരാളുണ്ട്, ഇന്ന രീതിയിലാണ് പ്രവൃത്തി, ഇങ്ങോട്ടുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ എത്തിയാൽ ചിലപ്പോൾ അദ്ദേഹം നാമം ചോദിക്കും, ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിന്ന് സഹസ്രനാമം ചോദിക്കുന്നുണ്ടോ. നഗമ്യതാം, ഡോണ്ട് ഗോ ദേർ, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകരുത്. കാരണം നമുക്ക് നിഷിദ്ധമാണ്. ഏതെങ്കിലും തരത്തിൽ നാമാന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഭഗവാന് സ്വന്തമാണ്. പിന്നെ ഭഗവാൻ നോക്കിക്കോളും അദ്ദേഹത്തിൻ്റെ കാര്യം. നമുക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്വകീയ ഭൃത്യാൻ അശിശിക്ഷതുച്ചകൈഹി. ഉച്ചകൈഹി എന്നുള്ളതിൻ്റെ അർത്ഥം ഉച്ചൈഹി എന്നുള്ളതിൻ്റെ അർത്ഥത്തിലല്ല. ഉച്ചകൈഹി, ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ പ്രയോഗങ്ങൾ. ഉച്ചൈഹി എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ നിന്നാണ് അർത്ഥം. ഉച്ചകൈഹി എന്ന് പറഞ്ഞാൽ ലൗഡ്ലി, ബോൾഡ്ലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇംഗ്ലീഷിൽ. ലൗഡ്ലി അല്ല, ബോൾഡ്ലി എന്ന് വെച്ചാൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഒരു പോയിന്റ് സംസാരിക്കുക, അങ്ങനെ ഉണ്ടല്ലോ, അതാണ് ഉച്ചകൈഹി എന്നുള്ള അർത്ഥത്തിൽ. ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നല്ല. അശിശിക്ഷതുച്ചകൈഹി, സ്വകീയ ഭൃത്യാൻ അശിശിക്ഷൽ. തൻ്റെ ഭൃത്യന്മാരെ ബോൾഡ്ലി എന്ന് വെച്ചാൽ ഏറ്റവും ഇൻവെർട്ടഡ് കോമ ഇട്ടുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു കേൾപ്പിച്ചു. ഒരു പശുവിൻ്റെ ഉടമസ്ഥൻ പശുവിനെ കയറുകൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ എൻ്റെ ബോസ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ സ്നേഹമെന്ന കയറുകൊണ്ട് ദ ബ്രിഡിൽ കടിഞ്ഞാൽ
അങ്ങനെയുള്ള കടിഞ്ഞാണിനെ കൊണ്ട് ഞങ്ങളെ നിയന്ത്രിച്ച് ഇങ്ങോട്ട് നടക്കുക അങ്ങോട്ട് നടക്കുന്ന അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരധികാരവും ഇല്ല എന്ന് അവിടെ പറയുന്നുണ്ട് യമധർമ്മൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നിശ്ചയിക്കാൻ നമ്മളല്ല എന്നുള്ള ഒരു അവസ്ഥ വരികയാണ്. അതാണ് അശിശിക്ഷ ദുച്ഛകൈഹി. ഇനി ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് അത് മായാൻ പാടില്ല, ഒരിക്കലും അവരത് മറക്കാൻ പാടില്ല. ഈ അനുഭവം, ആ അനുഭവം എന്തിനുണ്ടായി, എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് അവർക്ക് മറവി ഉണ്ടാവാൻ പാടില്ല. ശിക്ഷിച്ചു എന്ന് വെച്ചാൽ പഠിപ്പിച്ചു എന്നർത്ഥം. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സ്വകീയ ഭൃത്യാൻ, തൻ്റെ തന്നെ ഭൃത്യ. ഈ സ്വകീയ എന്നും പ്രയോഗിച്ചതിൽ സ്വന്തം മക്കളോടുള്ള സ്നേഹം പോലെ തന്നെയാണ് യമധർമ്മന് തൻ്റെ പാർഷദന്മാരോടുള്ള സ്നേഹം. അപ്പം അത്രയും സ്നേഹത്തോടെ കുട്ടികളെ പുത്രകാഹ എന്ന് വിളിക്കുന്നുണ്ട് ഭാഗവതത്തിൽ. അപ്പം അത്രയും സ്നേഹത്തോടെ തന്നെ, അതാണ് സ്വകീയ ഭൃത്യാൻ എന്നുള്ള പ്രയോഗത്തിൻ്റെ സാങ്കത്യവും നമ്മൾ മനസ്സിലാക്കണം. വെറുതെ പ്രയോഗിച്ചിരിക്കണമെന്നല്ല. അപ്പോൾ ഉച്ചകൈഹി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ശബ്ദത്തിൽ അദ്ദേഹം ഉപദേശിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാ കാലത്തും ഓർമ്മ നിൽക്കാൻ തക്കവണ്ണം വളരെ ബോൾഡായി ഈ കാര്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു യമധർമ്മൻ. ഇനിയൊരബദ്ധം പറ്റരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മളൊരു ശ്ലോകം നേരത്തെ ചൊല്ലിയത്. അപ്പോൾ ഈ ഭാവത്തിലായിരിക്കണം ഇനിയുള്ള ശിക്ഷാ നടപടികളൊക്കെ തൻ്റെ കിങ്കരന്മാർ നടത്തേണ്ടത് എന്നുള്ള ബോധ്യത്തിൽ, അവരോടുള്ള സ്നേഹം കൊണ്ട് യമധർമ്മൻ ഉച്ചത്തിൽ അവരെ പറഞ്ഞ്, ഉച്ചത്തിലല്ല, കാര്യമാത്ര പ്രസക്തം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കാര്യമാത്ര പ്രസക്തമായി അവരെ പറഞ്ഞ് ബോധിപ്പിച്ചു. അത് ഇനി അവരൊരിക്കലും മറക്കാത്ത രീതിയിൽ. സദേവ വാതാലയനാഥ പാഹിമാം. വാതാലയനാഥൻ ശ്വാസം നിലച്ച് അര്യാമിളനെ കൊണ്ടുപോകാൻ ഭാവിച്ചപ്പോഴാണല്ലോ വിഷ്ണുഭാഷന്മാർ വന്നത് നാരായണ വിളി കേട്ട്. അപ്പോൾ ഈ വാതാലയനാഥൻ ശ്വാസമാകുന്ന ആലയം കൊള്ളുന്ന ഈ ശരീരത്തിൻ്റെ ശ്വാസത്തിൻ്റെ ആലയം ഏതാ? ഈ ശരീരം, ഈ ശരീരത്തിൻ്റെ നാഥൻ. ഈ ശരീരത്തിനെയാണ് അജാമിളൻ്റെ ആ ശരീരത്തിനെയാണ് കൊണ്ടുപോകാൻ നോക്കിയത് യമധർമ്മന്മാർ. അപ്പോൾ അവിടെയും ആ പ്രയോഗത്തിലും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിലും ശരീരം, ആ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കി എന്നെ കാത്തു രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ. അതൊക്കെ അതിന് സാഹചര്യത്തിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ മുഴുവൻ. അപ്പോൾ അജാമിളമോക്ഷം നാമമാഹാത്മ്യം ഇവിടെ സമർപ്പിക്കുന്നു. കോർഡിനേഷൻ, ഇന്നത്തെ സന്ദേശം അതായിരിക്കണം. കോർഡിനേഷൻ, സകല വിധത്തിൽ നമ്മൾ വ്യാവഹാരിക പ്രവർത്തികൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന കോർഡിനേഷൻ ഭഗവത് കാര്യത്തിന് വേണ്ടി സമർപ്പിക്കുക. സ്വകിങ്കരാവേദന ശങ്കിതോ യമ. തൻ്റെ ഭടന്മാർ വന്ന് പറഞ്ഞത് കേട്ട് പേടിച്ച യമൻ ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിതി, അവിടുത്തെ പാദഭക്തന്മാരുടെ മുമ്പിൽ പോകരുത് എന്ന് പറഞ്ഞു. സ്വകീയ ഭൃത്യാനശിശിക്ഷതുച്ചകൈ, അവരെ കാര്യമാത്ര പ്രസക്തമായിട്ട് ബോധിപ്പിച്ചു. സദേവ വാതാലയനാഥ പാഹിമാം, അങ്ങനെയുള്ള വാതാലയനാഥ എന്നെയും രക്ഷിക്കണേ. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണൻ.